നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 52 വരുന്ന ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 4th ക്വസ്റ്റ്യൻ, we have seen how we can draw a series of right triangles as in the picture. ഈ പിക്ചറിൽ കാണുന്നത് പോലെ എന്താണ്, റൈറ്റ് ട്രയാങ്കിൾസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തുടർച്ചയായിട്ട് വരച്ചു പോകാൻ നമുക്കറിയാം ഇല്ലേ? Then what are the lengths of the sides of the 10th triangle drawn like this? ഇങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ വരച്ചു പോകുന്ന 10ാമത്തെ ട്രയാങ്കിൾ, 10ാമത്തെ റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് ഏതൊക്കെയാണ്, വശങ്ങളുടെ നീളങ്ങൾ ഏതൊക്കെ? How much more is the perimeter of the 10th triangle than the perimeter of the 9th triangle? 10ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും 9ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. How do we write in algebra the difference in the perimeter of the 9th triangle and that of the triangle just before it? അങ്ങനെയാണെങ്കിൽ അങ്ങ് കുറേ ദൂരെയുള്ള എന്ത് പൊസിഷനിലാണ് നമ്മൾ 10ാമത് 9ാമത് 8ാമത് എന്നൊക്കെ പറയും പോലെ എന്ത് കിടക്കുന്ന ഒരു ട്രയാങ്കിളും അതിന് തൊട്ട് മുന്നേ കിടക്കുന്ന ട്രയാങ്കിളും തമ്മിലുള്ള പെരിമീറ്ററിന്റെ വ്യത്യാസം എങ്ങനെ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എഴുതുന്നതാണ്. എല്ലാം കൂടി തല പുണ്ണാക്കണ്ട, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നോക്കിക്കേ, we have seen how we can draw a series of right triangles as in the picture. നമുക്കറിയാം എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന്. What are the length of the sides of the 10th triangle drawn like this? ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതിൽ 10ാമത്തെ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് നോക്കാം. ഇത് 1ാമത്തത്, 2ാമത്തത്, 3, 4, 5 ഇങ്ങനെ പോകും അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ്, 1 വന്നാൽ ഇത് നമുക്കറിയാം എങ്ങനെ വരും, √2. അപ്പോൾ 1ാമത്തെ ട്രയാങ്കിളിലെ സൈഡ് എങ്ങനെയാണ്, 1 1 √2. ഇനി 2ാമത്തെ ട്രയാങ്കിൾ എങ്ങനെയാ വന്നേന്ന് നോക്കിക്കേ. 2ാമത്തെ ട്രയാങ്കിളില് ഒരു സൈഡ് 1 വന്നു, ഒരു സൈഡ് √2 വന്നു, അടുത്ത സൈഡ് എന്തായിരിക്കും, 1 √2 വന്നാൽ ഇവിടെ എത്രയായിരിക്കും, 1 √2 then √3 അല്ലെ? ഇവിടെ √3യും 1ഉം വന്നാൽ എത്രയായിരിക്കും, √4. √4ഉം 1ഉം വരുമ്പോ √5, √5ഉം 1ഉം വരുമ്പോ √6. ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? അപ്പൊ 1ാമത്തെ ട്രയാങ്കിളിലെ സൈഡ്സ് 1 1 √2. 2ാമത്തെ ട്രയാങ്കിളിലോ 1 √2 ഉണ്ട്, √3 ഉണ്ട് അല്ലെ? 3ാമത്തേതിലോ 1, പിന്നെയോ √3യും √4ഉം വരുന്നുണ്ട് അല്ലെ? √3 √4. ഇനി 4ാമത്തെ ട്രയാങ്കിളിലോ 1 √4 √5 ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് 5ാമത്തെ ഒന്ന് എഴുതാം. ഫസ്റ്റ് ട്രയാങ്കിളില് 1 1 1 റൂട്ട്, അതായത് ആ എല്ലാ ത്രികോണങ്ങളുടെയും ഒരു സൈഡ് 1 വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ടല്ലോ. എല്ലാ ത്രികോണത്തിലും ഒരു സൈഡ് 1 ആണ്. അപ്പൊ എല്ലാത്തിലും 1 ഉണ്ട്. ഇനി 2ാമത് 1ഉം √2ഉം വന്നു 1ാമത്തേതില്. 2ാമത്തേതിലോ √2ഉം √3യും വന്നു. 3ാമത്തേതില് √3 √4 വന്നു. 4ാമത്തേതില് √4ഉം √5ഉം വന്നു. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ത്രികോണത്തിൽ എങ്ങനെയായിരിക്കും, 1 ഇവിടെ √4 വന്നപ്പോ √4 വന്നു അല്ലെ? അപ്പൊ 5 വരുമ്പോ √5ഉം തൊട്ടടുത്ത് √6ഉം വരും ആണല്ലോ. അപ്പൊ ഏകദേശം കിട്ടി. അപ്പൊ എല്ലാത്തിലും 1 വരും. ഇപ്പൊ 2 വന്നാല് √2 √3, 3 വന്നാല് √3യും √4ഉം കാണും. 5 ആണെങ്കിൽ 5ാമത്തെ ത്രികോണത്തിലാണെങ്കിലോ 1 √5ഉം √6ഉം കാണും. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ത്രികോണം ഇവിടെ ഇങ്ങനെ പോകുമ്പോ ഈ പാറ്റേണിൽ 9ാമത് വരുന്ന ത്രികോണത്തിലെ വശങ്ങൾ എന്ന് പറഞ്ഞേ, ഒരു സൈഡ് 1 ആയിരിക്കും. പിന്നെയോ 9 വരുന്നത് കൊണ്ട് √9 ഉണ്ടാവും. തൊട്ടടുത്ത് ആരും കാണും, അതിനപ്പുറത്തെ നമ്പർ √10 കാണും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞേ, 1 ഉണ്ടാവും, 10 വന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും, √10 പിന്നെ √11 അല്ലെ? നോക്കാലോ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ? 10ാമത്തെ ത്രികോണത്തിലെ വശങ്ങൾ എങ്ങനെയായിരിക്കും? 10ാമത്തെ ത്രികോണത്തിലെ വശങ്ങൾ 10th ട്രയാങ്കിൾ, 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എങ്ങനെയായിരിക്കും? 1 മീറ്റർ, √10 √11 മീറ്റർ ഇങ്ങനെയായിരിക്കും വരുന്നത്. 1 √10 11. ആ മീറ്റർ എഴുതിയപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ വായിക്കാൻ വേണ്ടി മാത്രം ആ മീറ്റർ മായ്ച്ചു കളയുകയാണ്. നിങ്ങൾ എഴുതുമ്പോൾ മീറ്ററും കൂടെ ചേർത്ത് എഴുതുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
how much more is the perimeter of the 10th triangle than the perimeter of the 9th triangle? ഒൻപതാമത്തെ ത്രികോണത്തിന്റെ പെരിമീറ്ററിനെക്കാളും എത്ര കൂടുതലാണ് പത്താമത്തെ ത്രികോണത്തിന്റെ പെരിമീറ്റർ? നമുക്കറിയാമല്ലോ, ഒമ്പതാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളും അറിയാം, പത്താമത്തെ ത്രികോണത്തിന്റെ വശങ്ങളും അറിയാം. അങ്ങനെയാണെങ്കിൽ അവയുടെ വ്യത്യാസം കണ്ടാൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ പോരെ? നമ്മുടെ പത്താമത്തെ ത്രികോണത്തിന്റെ പെരിമീറ്റർ ഇപ്പോൾ നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ പോവാണ്. ഏതൊക്കെയാണ്? പത്താമത്തെ ത്രികോണത്തിന്റെ പെരിമീറ്ററും ഒൻപതാമത്തെ ത്രികോണത്തിന്റെ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. എന്താ എഴുതിയിരിക്കുന്നത്? 10th ട്രയാങ്കിളിന്റെ പെരിമീറ്ററും 9th ട്രയാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പെരിമീറ്റർ ഓഫ് ദി 9th ട്രയാങ്കിൾ ആൻഡ് ദി 10th ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? പത്താമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവും ഒൻപതാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം. അതെങ്ങനെ എഴുതും? ആദ്യം നമുക്ക് പത്താമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് എങ്ങനെ പറയാം? 1 പ്ലസ് √10 പ്ലസ് √11 അല്ലേ? അതിനകത്ത് നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഒൻപതാമത്തത്. സൈഡ് ഏതൊക്കെയാണ്? 1 √9 √10. ഇത് മൈനസ് ചെയ്താൽ മതിയല്ലോ അല്ലേ? നമുക്ക് നോക്കാം. 1 പ്ലസ് √10 പ്ലസ് √11. ഈ മൈനസ് കൊടുക്കാമല്ലോ. -1 മൈനസ് √9 മൈനസ് √10. അപ്പോൾ 1 മൈനസ് 1 √10 മൈനസ് √10. ബാക്കി എന്ത് വരും? √11 മൈനസ് √9. അപ്പോൾ നമ്മൾ ചെയ്തത് പത്താമത്തെ ട്രയാങ്കിളിന്റെയും ഒൻപതാമത്തെ ട്രയാങ്കിളിന്റെയും പെരിമീറ്ററിന്റെ ഡിഫറൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് √11 മൈനസ് √9 ആണ് കിട്ടിയത്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ എടുത്തത് പത്താമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവിൽ നിന്നാണ് നമ്മൾ തൊട്ടു ബാക്കിലെത്തത് കുറച്ചത്. പത്താമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവിൽ നിന്നും തൊട്ടു ബാക്കിലെത്തത് കുറയ്ക്കുമ്പോൾ നോക്കിക്കേ, ആരുടെയൊക്കെ റൂട്ടില്ല? ആ പറഞ്ഞ പത്തിന്റെ റൂട്ടുണ്ടോ? ഇല്ല അല്ലേ? 10ന് തൊട്ട് മുകളിലുള്ള എന്തുണ്ട്? 11 ഉണ്ട്. അതിനേക്കാളും താഴെയുള്ള 9ന്റെ റൂട്ടും ഉണ്ട്. √11 മൈനസ് √9. അപ്പോൾ പത്താമത്തതും അതിന്റെ ബാക്കിലെത്തതും ചോദിച്ചപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്ത് കിട്ടി? √11 √9 കിട്ടി. അങ്ങനെയാണെങ്കിൽ എട്ടാമത്തതും അതിന് തൊട്ട് മുന്നത്തതും തമ്മിലുള്ള വ്യത്യാസം, പെരിമീറ്ററിന്റെ വ്യത്യാസം, എട്ടാമത്തെ ത്രികോണത്തിന്റെയും ഏഴാമത്തെ ത്രികോണത്തിന്റെയും ചുറ്റളവുകളുടെ വ്യത്യാസം ചോദിച്ചാൽ എന്ത് പറയണം? 8 എടുക്കണ്ട അല്ലേ? 8ന് മുകളിൽ 9 എടുക്കണം, 8ന് താഴെ 7 എടുക്കുക. ഇപ്പൊ √9 മൈനസ് √7 അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതെങ്ങനെ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് എഴുതാം? എങ്ങനെയാണ്? ദ ഡിഫറൻസ് ഇൻ ദ പെരിമീറ്റർ ഓഫ് ദി nth ട്രയാങ്കിൾ ആൻഡ് ദാറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ജസ്റ്റ് ബിഫോർ ഇറ്റ്. nth പ്ലേസിലുള്ള ഒരു ട്രയാങ്കിളും അതിന് തൊട്ട് ബാക്കിലുള്ള ട്രയാങ്കിൾ. 10 അതിൽ നിന്ന് 1 കുറച്ച് ഒൻപതാമത്തത്, 8ഉം അതിൽ നിന്ന് 1 കുറച്ച് 7ഉം. അപ്പോൾ nth ട്രയാങ്കിളിലും അതിന് തൊട്ട് താഴത്തെ ട്രയാങ്കിൾ നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് nth ട്രയാങ്കിളും അതിന് തൊട്ട് ബാക്കിലെത്തതല്ലേ വേണ്ടത്? അപ്പോൾ n എടുക്കണ്ട അല്ലേ? അതിന് തൊട്ട് മുന്നിൽ വരുന്ന എടുക്കണം. ആരാണ്? n+1 എടുക്കണം അല്ലെ? 8 പറഞ്ഞപ്പോൾ 8 എടുത്തില്ല, നമ്മൾ 9 എടുത്തത്. അതുപോലെ n പറയുമ്പോൾ n+1ന്റെ റൂട്ട് എടുക്കണം. അതിനകത്ത് നിന്ന് എട്ടാമത്തത് അതിന് ബാക്കിൽ 7 അല്ലേ വരുന്നത്? ആ റൂട്ട് 7 ആണ് കുറച്ചത് അല്ലെ? ഇവിടെ വന്നപ്പോഴോ പത്താമത്തതും അതിന് ബാക്കിലുള്ള ഒൻപതാമത്തതിൻ്റെതാണ് ചോദിച്ചത്. അപ്പോൾ ആ 9ന്റെ റൂട്ട് നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തും അതിന് ബാക്കിൽ ആരാ കിടക്കുന്നത്? എന്നിൽ നിന്ന് 1 പോയാൽ എത്രയാണ്? n-1 ആണ് അല്ലേ? അപ്പോൾ ആ n-1ന്റെ റൂട്ട് എഴുതണം. √n-1. ഇവിടെ ഏതാണോ വരുന്നത് അതിന്റെ റൂട്ട്. ഓക്കെ, നമുക്ക് ഏതാണോ എടുക്കേണ്ടത്, ഏതും അതിന് തൊട്ട് ബാക്കിലെത്തതും ആണോ? 10 ആണെങ്കിൽ √10 എഴുതരുത്, √11 എഴുതണം. എട്ടാമത്തതും അതിന് തൊട്ട് ബാക്കിലെത്തതും പറയുമ്പോൾ 8 എഴുതരുത്, 9 എഴുതണം. ബാക്കിലെത്തത് ഏതാണോ അത് എഴുതണം. അപ്പൊ എട്ടാമത്തതും ഏഴാമത്തതും പറഞ്ഞപ്പോൾ 7 എഴുതി അല്ലെ? √7 എഴുതി. അപ്പോൾ എന്തും n-1 പറയുമ്പോൾ ആ n-1ന്റെ റൂട്ട് അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ആൾജിബ്ര വെച്ച് എഴുതാനുള്ള സ്റ്റെപ്പ്. അപ്പൊ ആദ്യം നമ്മൾ nth ട്രയാങ്കിളിന്റെയും അതിന് തൊട്ട് ബാക്കിലുള്ള n-1 ട്രയാങ്കിളിന്റെയും പെരിമീറ്റർ ആണ് അല്ലെ? അപ്പൊ nth ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? സൈഡ്സ് ഓഫ് nth ട്രയാങ്കിളിന്റെ വശങ്ങൾ നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ വരും? എല്ലാത്തിലും 1 ഉണ്ടായിരുന്നു,
പിന്നെയോ n വരുമ്പോൾ റൂട്ട് n ഉണ്ടായിരുന്നു അല്ലെ, റൂട്ട് n വരും. പിന്നെ അതിനേക്കാളും 1 കൂടി വരും, ദാറ്റ് ഈസ് റൂട്ട് n+1 കൂടി വരും. ഇനി അതിന് തൊട്ട് ബാക്കിലത്തെ ട്രയാങ്കിൾ ഏതാണ്? n-1 ട്രയാങ്കിൾ അല്ലെ, n-1 ട്രയാങ്കിൾ. അതിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? എന്തായാലും 1 ഉണ്ടാവും, പിന്നെ n-1 വരുന്നത് കൊണ്ട് അതിന്റെ റൂട്ട് ഉണ്ടാവും അല്ലെ, റൂട്ട് n-1 ഉണ്ടാവും. ഇനി അതിനേക്കാളും 1 കൂട്ടണം, വേണമല്ലോ, 1 കൂട്ടി വരണ്ടേ. അപ്പൊ n-1ന്റെ കൂട്ടത്തില് 1 കൂടി കൂട്ടിയാൽ എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഏത് വരും? n വരും. അപ്പൊ n-ന്റെ റൂട്ട് ഇത്രയാണ് വരുന്നത്. ഇനി നമുക്കിതിന്റെ വ്യത്യാസം വേണമല്ലോ. അപ്പോ എന്ത് ട്രയാങ്കിളിന്റെ പെരിമീറ്ററിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? n-1 ട്രയാങ്കിളിന്റെ പെരിമീറ്റേഴ്സ് മൈനസ് ചെയ്യുക, ചുറ്റളവുകൾ മൈനസ് ചെയ്യുക. അപ്പോ ആദ്യത്തെ എന്ത് ട്രയാങ്കിളിന്റെ ചുറ്റളവ് ആരെയൊക്കെ കൂട്ടണം? 1 പ്ലസ് റൂട്ട് n പ്ലസ് റൂട്ട് n+1. അതിനകത്ത് നിന്ന് ആരാ മൈനസ് ചെയ്യേണ്ടത്? അതിന് തൊട്ട് ബാക്കിൽ വരുന്നത് 1 പ്ലസ് റൂട്ട് n-1 പ്ലസ് റൂട്ട് n മൈനസ് ചെയ്യണം അല്ലേ. ഇറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് n പ്ലസ് റൂട്ട് n+1 മൈനസ് 1 മൈനസ് റൂട്ട് n-1 മൈനസ് റൂട്ട് n. 1 മൈനസ് 1 റൂട്ട് n മൈനസ് റൂട്ട് n. പിന്നെ ആരൊക്കെയാ വരുന്നതെന്ന് നോക്കിക്കേ, റൂട്ട് n+1 ഇത് കണ്ടോ, മൈനസ് റൂട്ട് n-1. ഇത് വേണമെങ്കിൽ ഈ മൈനസ് ഇവിടെ കൊടുത്തോ, അപ്പൊ കട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. നോക്കിക്കേ, റൂട്ട് n+1 മൈനസ് റൂട്ട് n-1, അതല്ലേ നമുക്കിവിടെ അല്ലാണ്ട് തന്നെ നമ്മൾ നോക്കി എഴുതിയത്. അപ്പൊ ഇതായിരിക്കും എന്താ, എന്ത് ട്രയാങ്കിളിന്റെയും അതിന് തൊട്ട് ബാക്കിൽ വരുന്ന എന്താ n-1 ട്രയാങ്കിളിന്റെയും പെരിമീറ്റേഴ്സിന്റെ വ്യത്യാസം. ക്ലിയർ ആണല്ലോ. ഈ സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, what is the hypotenuse of the right triangle with perpendicular sides root 2 cm and root 3 cm? How much larger than the hypotenuse is the sum of the perpendicular sides? ഒന്നുകൂടെ വായിക്കാം. What is the hypotenuse of the right triangle with perpendicular sides root 2 and root 3 cm? ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് സൈഡ്സ് ഏതൊക്കെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ലംബങ്ങളായിട്ടുള്ള രണ്ട് സൈഡ്, അതായത് പാദവും ലംബവും അല്ലെ, ബേസും ഓൾട്ടിറ്റ്യൂഡും റൂട്ട് 2ഉം റൂട്ട് 3ഉം വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ലാർജർ ദാൻ ദ ഹൈപ്പോന്യൂസ് ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. ആദ്യം നമ്മൾ ഹൈപ്പോന്യൂസ് കർണം കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ രണ്ട് വശം തമ്മിൽ കൂട്ടുക. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലംബങ്ങളായിട്ടുള്ള രണ്ട് വശം കൂട്ടിയിട്ട് അതും നമ്മുടെ കർണവും തമ്മിലുള്ള വ്യത്യാസം, കർണം ഇതിനേക്കാളും എത്ര കൂടുതലാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കർണത്തിനേക്കാളും എത്ര കൂടുതലാണ് ഇത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഹൗ മച്ച് ലാർജർ ദാൻ ദി ഹൈപ്പോട്ന്യൂസ് ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് കൂട്ടിയെടുക്കുന്ന സമ്മ് നമ്മുടെ ഹൈപ്പോട്ന്യൂസിനേക്കാളും എത്ര കൂടുതലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഹൈപ്പോട്ന്യൂസ് വേണം, അതിന് നമുക്കൊരു മട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ വേണം. ഇപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലംബങ്ങളായിട്ടുള്ള സൈഡ്സ് ആണ് റൂട്ട് 2ഉം റൂട്ട് 3ഉം അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കുക. എങ്ങനെയാ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കുന്നത്? ഒരു പേര് കൊടുക്കാം, ട്രയാങ്കിൾ ABC. ABCക്കകത്ത് AC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? AC സ്ക്വയർ എന്ന് പറഞ്ഞാല് ഹൈപ്പോന്യൂസ് സ്ക്വയർ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോ BC എന്ന് പറയുന്നത് റൂട്ട് 2 റൂട്ട് 3 ആണ് AB. ഇത്രയല്ലേ നമുക്ക് ചെയ്യേണ്ടത്. റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാണ്? റൂട്ട് 2ന്റെ സ്ക്വയർ നമുക്കറിയാം അല്ലെ, എത്രയാണ്? ജസ്റ്റ് 2 മാത്രം എഴുതുക. റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മാത്രം എഴുതുക. ഇപ്പൊ 2ഉം 3ഉം, ഇപ്പൊ റൂട്ട് 2ന്റെ സ്ക്വയർ 2, റൂട്ട് 3യുടെ സ്ക്വയർ 3. ഇപ്പൊ 2 + 3 എത്രയാണ്? 5. ഇത് നമ്മുടെ AC സ്ക്വയർ ആണ് 5 അല്ലെ. അപ്പോൾ AC കാണാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ AC എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ നിന്നേ ഈ സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് പോവുക. ഓക്കെ, എനിവേ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഹൈപ്പോന്യൂസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി ഹൈപ്പോന്യൂസ് കാരണം എന്ന് പറയുന്നത് റൂട്ട് 5 സെന്റിമീറ്റർ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും സമ്മ, ഇത് രണ്ടും കൂടെ തുക എടുക്കുക, അത് ഹൈപ്പോന്യൂസിനെക്കാളും എത്ര കൂടുതലാണെന്ന് നോക്കണം അല്ലെ. അപ്പോ നമുക്ക് എന്ത് എടുക്കാം? ഇതിന്റെ തുക എടുക്കാം. ഏതൊക്കെയാണ്? BCയും ABയും
അതിലെ നമ്മുടെ ലംബങ്ങളായിട്ടുള്ള വശങ്ങൾ അത് കൂട്ടാൻ നമുക്ക് √2 √3 എന്ത് വരും? √2 നമുക്കറിയാം 1.414 ആണ്. അപ്പൊ 4 എടുക്കാം. ഇവിടെയോ 1.73 കൂട്ടി നോക്കാമല്ലോ. 1.41 1.73 7 11 വരും. 7 4 കൂടെ കൂട്ടുമ്പോ then 3.14. ക്ലിയർ? അപ്പൊ നമ്മുടെ 3.14 ആണ് ഇവിടെ കിട്ടുന്നത്. ആരൊക്കെ കൂട്ടുമ്പോ? ബി സിയും എ ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനിയോ? ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി ചെയ്യാൻ പറ്റുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇതിനേക്കാളും എത്ര ചെറുതാണ്, അല്ലെങ്കിൽ ഈ കിട്ടിയ തുക ഹൈപ്പോട്ടന്യൂസിനെക്കാളും എത്ര വലുതാണ്, കർണത്തിനേക്കാളും എത്ര കൂടുതലാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 3.14 എന്ത് ചെയ്യണം? 3.14 നിന്നും √5 മൈനസ് ചെയ്യണം അല്ലെ? 3.14 നിന്നും √5 മൈനസ് ചെയ്യണം. അതിപ്പോ എങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റും √5? അതിന് √5ന്റെ വാല്യൂ അറിയണ്ടേ? എത്രയാ √5ന്റെ വാല്യൂ? √5ന്റെ വാല്യൂ 2.23 ആണ്. അത് ഏകദേശം നമ്മൾ √2ന് പഠിച്ചതുപോലെ √3ക്ക് പഠിച്ചതുപോലെ √5നും വാല്യൂ പഠിച്ചു വെച്ചേക്കുക 2.23. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ √5ന് പകരം 2.23 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 3.14 നിന്നും 2.23 മൈനസ് ചെയ്യാം. എന്ത് വരും? 3.14 നിന്നും 2.23 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 - 3 that's equal to 1. then 2 വരും. 11 - 2 9 അല്ലേ? then 2 - 2 0. അപ്പൊ നമുക്ക് എത്രയാ ഇവിടുത്തെ വ്യത്യാസം? 0.91 ആണ് ഇവിടുത്തെ വ്യത്യാസം. ഏതൊക്കെ തമ്മിലുള്ളത്? നമ്മുടെ പെർപെൻഡിക്കുലർ ലംബങ്ങളായിട്ടുള്ള വശങ്ങളുടെ തുകയും നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് കർണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0.91 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, √5ന്റെ വാല്യൂ അറിയില്ല എങ്കിൽ ഇങ്ങനെ ഇട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇതുപോലും എഴുതാതെ നിർത്തരുത്. നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പ് വരെ എഴുതി കംപ്ലീറ്റ് ചെയ്തേക്കുക. ക്ലിയർ? അല്ല എങ്കിൽ നമുക്ക് എന്ത് കാണും? ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് √5ന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ √6 ആയിരിക്കാം, √7 ആയിരിക്കാം. അപ്പൊ അറിയാവുന്ന വാല്യൂസ് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. അല്ല എങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതിന്റെ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 52 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക്